വെൽക്കം ടു കുക്ക് വിത്ത് റുമാന. ഞാൻ എന്നും പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടും സഹകരണം കൊണ്ടും ഞാൻ ഓൾറെഡി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞു. അതിനെല്ലാവർക്കും വലിയ താങ്ക്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തമായ സാധനമായിട്ടാണ് വന്നത്. എൽനീർ വ്യത്യസ്തമായ സാധനമൊന്നുമല്ല, പക്ഷേ ഇതുകൊണ്ട് ഞാനൊരു ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി ഇതുകൊണ്ട് മാത്രമല്ല, ചിക്കൻ വെച്ചിട്ടുമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗൾഫിലാണെങ്കിലും തീ കത്തിച്ച് കണ്ട് ഇതിട്ട് ഞാൻ ദമ്മുണ്ടാക്കും. അപ്പം ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങട്ടാ. ഞങ്ങൾ ഇത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. പറ്റുവാണെങ്കിൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം. എനിക്കങ്ങനെ ഒരു സാഹചര്യമല്ല. മൺചട്ടിയിലേക്ക് നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1 കിലോ ബിരിയാണിക്ക് എത്ര വേണം അത്ര എടുക്കുക. അത് ഞങ്ങൾ അമ്മിയിലോ കുത്തിനതിൽ കുത്തിയിട്ടോ വേണം ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ. എന്നിട്ട് 10ഓളം പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 കിലോ ഉള്ളിയാണ് ഞാൻ എടുത്തത്. നല്ല ചോപ്പ് ചെയ്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ ആയതുകൊണ്ട് 1/2 കിലോ ഉള്ളിയാണ് എടുക്കുന്നത്. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ വലിയ 3 ടൊമാറ്റോ ആണ് എടുത്തത്. അതും മൂടി വെച്ചിട്ട് ഒന്ന് നല്ലോണം സ്മാഷ് ആവുന്നവരെ വിടുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, മൺചട്ടി അടിക്ക് പിടിക്കും. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് ഗരം മസാലപ്പൊടി, ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കി ഇടുക. അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് സ്ലോ ആക്കുക. പൊടിയൊക്കെ ഇട്ട ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില, പുതിന ഇല, കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 1.5 സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക്, ഫ്രഷായിട്ട് ക്രഷ് ചെയ്തത് തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് 1 കിലോ ചെറുതായിട്ട് കട്ട് ചെയ്ത ചിക്കനും പിന്നെ ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയിട്ട് വേവിക്കണം കൊണ്ട് ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എല്ലാ ബിരിയാണിക്കും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, പ്രത്യേകിച്ചിട്ട് എൽനീർ ബിരിയാണിക്ക് അത് നല്ലൊരു ഫ്ലേവറാണ്. എന്നിട്ട് 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കണ്ട. അതിനുശേഷം അതിലേക്ക് ഒരു 3-4 സ്പൂണ് പറഞ്ഞ 1/2 കപ്പ് തൈര്, പിന്നെ ഇളനീരിൻ്റെ ഫ്ലഷ്, അതായത് ഇളനീരിൻ്റെ കാമ്പാണ് ഇത്. ശരി കുറച്ച് കാമ്പേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ നാടൻ ഇളനീർ എടുക്കുകയാണെങ്കിൽ നല്ല കാമ്പുണ്ടാവും, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കാമ്പ് ഇടാൻ മറക്കരുത്. എന്നിട്ട് മൂടി വെച്ച് പിന്നെ 10 മിനിറ്റ് വേവിക്കുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ റെഡിയാവും. അന്ന് അതിലേക്ക് മല്ലിയിലയും പുതിനയിലും കുറച്ച് കറിവേപ്പിലും ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക. ഞങ്ങൾ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കുക. ഇത് ജീരകശാല അരി വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് തന്നെ വേണം. അരി ഊറ്റിക്കാണ്ട് ഉണ്ടാക്കുന്നേക്കാളും നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ബിരിയാണി വെക്കലാണ് എൽനീർ ബിരിയാണിക്ക് ടേസ്റ്റ്. അത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നെയ്ച്ചോറ് വെക്കുമ്പോഴത്തേക്കും നെയ്യും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യും. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. കുറേ നെയ്യും യൂസ് ചെയ്ത പോലെ ആവില്ല. അതിലേക്ക് ഹോൾ ഗരം മസാലയും കുറച്ച് ഉള്ളിയും ഇട്ട് വാട്ടിയ ശേഷം ഞാൻ 4 കപ്പ് അരിക്ക് 8 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതിൽ 3 കപ്പ് ഇളനീർ വെള്ളമാണ്. ഇളനീർ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കണം. ഇളനീർ വെള്ളം ഇതിൽ യൂസ് ചെയ്യണം. അപ്പോഴാണ് നല്ലൊരു ഫ്ലേവറും അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. 3 കപ്പേ കിട്ടിയിട്ടുള്ളൂ. എത്ര നിങ്ങൾക്ക് കിട്ടും അത്ര എടുക്കുക. കൂടുതൽ കിട്ടിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ 2 ഇളനീരാണ് എടുത്തത്. ഞങ്ങൾക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ എടുക്കുക. അപ്പോൾ ഞങ്ങൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ എൽനീറിലേക്ക് ദമ്മിടാൻ തുടങ്ങുക. എൽനീറിൻ്റെ നടുക്കത്തെ ഹോൾ കുറച്ച് വലുതാക്കി കൊടുക്കുക. എന്നിട്ട് ചെറിയ സ്പൂൺ വെച്ചിട്ട് വേണം ഫില്ല് ചെയ്യാൻ. ആദ്യം ചോറിട്ട് കൊടുക്കുക. ഒരു 3-4 സ്പൂൺ ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ മസാല ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അതും എല്ലാ സൈഡിലേക്ക് പോകുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. ഹോൾ കുറച്ച് വലുതാക്കാൻ, ഞങ്ങൾക്ക് എങ്ങനെ ഹോൾ വേണം അങ്ങനെ വലുതാക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ സ്പൂൺ അതിന് ആ ഹോളിൽ പോകണ കൊണ്ട് മതിയായിരുന്നു. 4 സൈഡിലും ഫുള്ള് റൗണ്ടിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് പ്രസ് ചെയ്ത് ടൈറ്റ് ആക്കണം എല്ലാം.
ആവശ്യത്തിനുള്ള ചിക്കൻ ഇടണം. ഒരാൾക്ക് ഉള്ള കൈക്കാളുള്ള ബിരിയാണി ഉണ്ടാവും അങ്ങനെ പ്രസ് ചെയ്യുന്ന കൊണ്ട്. എന്നിട്ട് അതിലേക്ക് ഞങ്ങൾ എല്ലാ ബിരിയാണി ദമ്മിടുന്ന പോലെ മല്ലിയിലയും ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഞങ്ങൾ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുക. നെയ്ച്ചോറ് തന്നെ ഉണ്ടാക്കിയിട്ട് വേണം ഈ ബിരിയാണി ഉണ്ടാക്കാൻ, അപ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ ഇളനീര് ഞങ്ങൾ ഈ എന്തെങ്കിലും ഒരു ഗ്ലാസിൻ്റെ മുകളിലോ തൈരിൻ്റെ പക്കറ്റിൻ്റെ മുകളിലോ ചെറിയ എന്തെങ്കിലും മുകളിൽ വെക്കണം, അപ്പോഴേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ബാലൻസ് ഉണ്ടാവില്ല. ഞങ്ങൾ സാധാ ഗ്ലാസ്സോ കപ്പോ അതിൻ്റെ മുകളിൽ നിൽക്കും. ഞാനൊരു തൈരിൻ്റെ പാത്രത്തിൻ്റെ മുകളിലാണ് വെച്ചത്. എന്നിട്ട് കറക്റ്റ് ടൈറ്റാക്കിയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ചോറ്. ഇതിന് കളർ എസൻസ് ഒന്നും ഇടൂല. പിന്നെ മല്ലിയിലയും എല്ലാ ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെയാണ്. കുറച്ച് നെയ്യും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വാഴയിലാണ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കേണ്ടത്. എനിക്ക് വാഴയില കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഫോയിലാണ് വെച്ച് കൊടുത്തത്. വാഴയില വെക്കുമ്പോൾ അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ടിങ്ങനെ ഉള്ളി വെച്ച് മൂടുക. പിന്നെ ഞാൻ മൈദ മാവ് ഞങ്ങൾ പൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം ഞങ്ങൾ അടക്കാൻ. അങ്ങനെ ഒരു വലിയൊരു ബൗളെടുത്തിട്ട് കയ്യിൽ തന്നെ വലുതാക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ എല്ലാ സ്ഥലത്തും ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഒട്ടും നടുക്ക് ഒരു കഷ്ണം കൂടി കൂടുതൽ വെക്കണം, കാരണം ഹോൾ ഉണ്ടല്ലോ, ആ ഹോളിന് മസാല ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ തീയിൽ വെച്ചിട്ടാണ് ഒരു 10 മിനിറ്റ് തീൻ്റെ മുകളിൽ ഇട്ടിട്ട് ദമ്മിട്ടെടുക്കുന്നത്. നാട്ടിലാണെങ്കിൽ ഞങ്ങൾക്ക് അടുപ്പത്തിടാം. അങ്ങനെ 2 ഇളനീരും ഞാൻ ഫില്ല് ചെയ്ത് കൂടുതലുള്ളത് ഞാൻ മൺചട്ടിയിലേക്കാണ് ദമ്മിട്ടത്. മൺചട്ടിയിലും മൺ കൊടുക്കുക. അപ്പോൾ ഇത് ഇളനീർ ബിരിയാണിയും കുടുക്ക ബിരിയാണിയും ചട്ടി ബിരിയാണിയും ഒക്കെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. ഇളനീരില്ലെങ്കിൽ ദമ്മിടാൻ പറ്റില്ല, അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ഞാൻ കല്ല് കൂട്ടിയിട്ട് വിറകൊക്കെ ഇട്ടിട്ട് പേടിയായിരുന്നു ഓണർ ഓട്ടിക്കോന്ന്. എന്നാലും പെട്ടെന്ന് ഒരു 10 മിനിറ്റല്ലേ പറഞ്ഞ് ചെയ്തു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചിട്ട് കൊടുക്കണം. ഞങ്ങൾ ബക്കറ്റ് ചിക്കൻ ചെയ്ത പോലെ ഒന്നും ഇത് കരിഞ്ഞിട്ടൊന്നും പോകില്ല, അങ്ങനെ പേടിയൊന്നും വേണ്ട. ഇത് ഒരു 10 മിനിറ്റ് മതി. എല്ലാം വെന്തത് കൊണ്ട് ആ ഇളനീരിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. നല്ല ചൂടുണ്ടാവും. ബാലൻസ് എനിക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ വലിയ വിറകൊന്നും ഇല്ലാത്ത കൊണ്ട് ബാലൻസ് ഒന്നും കിട്ടൂല. നട്ടുച്ചൻ്റെ ചൂടും തീൻ്റെ ചൂടും ഒക്കെ ആയിരുന്നു. ഫ്രൈഡേ ആകുമ്പോൾ പ്രത്യേകിച്ചൊരു ചൂടും അതുകൊണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തീരെ ബാലൻസ് കിട്ടാതെ എങ്ങനെയോ ഞാനിത് ഒരു വാശി പിടിച്ച് സാധിച്ചെടുത്തതാണ്. അപ്പോൾ അടിപൊളിയാണ്, നല്ലൊരു ടേസ്റ്റാണ്. ഇത് നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഒരു 10-20 മിനിറ്റൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ അത് തണുക്കും. എന്നാലും ഒരു ഷീറ്റ് പിടിച്ചിട്ട് വേണം ഞങ്ങളിങ്ങനെ കൊത്തിയെടുക്കാൻ വലിയ പണിയൊന്നുമില്ല. വെന്തത് കൊണ്ട് നല്ല സോഫ്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഹോൾ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ പുറത്തെടുക്കാം. എനിക്കങ്ങനെ വേണ്ടായിരുന്നു, നല്ല ഷേപ്പിൽ വേണത് കൊണ്ട് ഞാൻ വെട്ടിയെടുത്ത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം അത് നല്ല ദമ്മായി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.